നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറ്റൊരു തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ. തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. മുന്നണി പാർട്ടികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആകാംക്ഷകൾക്കൊക്കെ വിരാമമിട്ട് 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ്. രാജ്യത്താകെ 7 ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് തൃശൂർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇപ്പോൾ നിർണായകമായ ചില പ്രതികരണങ്ങൾ നടത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. അത് എന്താണെന്ന് നോക്കാം. തൃശൂർ തരുമെന്നാണ് ഉറച്ച വിശ്വാസമെന്ന് തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ഒരുക്കങ്ങൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം നടക്കുന്നു. കുറച്ചധികം ദിവസങ്ങൾ കിട്ടിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ മാറ്റം ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്രത്തിന് കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം 2ഉം 4ഉം സീറ്റൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. കൂടുതൽ ദിവസമുള്ളത് കൊണ്ട് എല്ലാവരിലേക്കും എത്താനാകും. യുവാക്കളുടെ പ്രതികരണം കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. 5 കൊല്ലം ഇവിടെ പണിയെടുത്തതിന്റെ ഗുണമുണ്ടാകും. ഉത്സവങ്ങൾ വരുന്നുണ്ട്. പരമാവധി സമ്പർക്കമാണ് ലക്ഷ്യമിടുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മാത്രമല്ല, തൃശൂരിലെ മറ്റ് സ്ഥാനാർത്ഥികളായ K. മുരളീധരനും അതുപോലെ തന്നെ VS സുനിൽകുമാറും ഒക്കെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. തൃശ്ശൂരാണ് തീർച്ചയായിട്ടും കേരളത്തിൽ ഏവരും ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങളിലൊന്ന്. അതായത് വാശിയേറിയ മത്സരം നടക്കാൻ പോകുന്ന, വലിയ ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ എപ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ഓരോ സ്ഥാനാർത്ഥികളുടെ വാർത്തകളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനൊപ്പം വോട്ടെടുപ്പിനുള്ള മാർഗനിർദ്ദേശങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിദ്വേഷ പ്രസംഗം പാടില്ലെന്ന് രാഷ്ട്രീയക്കാർക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മുന്നറിയിപ്പ് നൽകി. സ്വകാര്യ ജീവിതത്തെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കരുത്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വോട്ട് പിടിക്കരുത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യ പ്രചാരണം പാടില്ല. ഇങ്ങനെ നിർദ്ദേശങ്ങളാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയിരിക്കുന്നത്. പരസ്യം വാർത്തയായി നൽകരുത്. സമൂഹ മാധ്യമങ്ങളുടെ എതിരാളികളെ അവഹേളിക്കരുത്. താരപ്രചാരകർ മര്യാദയുടെ സീമ ലംഘിക്കരുത്. കുട്ടികളെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത് എന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ചട്ടലംഘനം ആവർത്തിക്കുന്നവർക്ക് ശിക്ഷ താക്കീതിൽ ഒതുങ്ങില്ല എന്ന മുന്നറിയിപ്പ് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുകയാണ്. റീപോളിംഗ് സാധ്യതകൾ പരമാവധി ഒഴിവാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെയും മറ്റ് മീഡിയ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനിടെയാണ് ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. വ്യാജ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണങ്ങളിലും നടപടി ഉണ്ടാകുമെന്നാണ് അറിയിപ്പ്. ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെയോ പ്രചാരണങ്ങളിലൂടെയോ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ രാജ്യത്ത് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നിട്ടുണ്ട്. ഇതോടെ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയ വിഷയങ്ങളിൽ വീഴ്ചയുണ്ടായാൽ വലിയ നടപടി തന്നെ നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.